കാര്യം ഹലാലും ത്വയ്യിബുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കുക. ഒരു മനുഷ്യൻ അവൻ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ച് രൂപപ്പെട്ടു വരുമെന്നാണ്. അപ്പം അതുകൊണ്ട് കഴിക്കുന്ന ഭക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ഹലാല് മാത്രമായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബ് കൂടിയായിരിക്കണം. ഹലാലും ത്വയ്യിബും വ്യത്യാസമുണ്ട്. ഹലാല് എന്ന് പറഞ്ഞാൽ അനുവദിക്കപ്പെട്ടത് എന്നാണ്. ത്വയ്യിബ് എന്ന് പറഞ്ഞാൽ നല്ലത് എന്നാണ്. അനുവദിച്ചതുകൊണ്ട് നല്ലതായിക്കൊള്ളണമെന്നില്ല. ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയിട്ട് നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ പോരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നതാണ് എന്ന് പറഞ്ഞുങ്ങാണ്ട് കല്യാണത്തിൽ കൂടുന്നതിന് കുഴപ്പമൊന്നുമില്ല, ചോറിക്കാൻ പറ്റൂല. കാരണം അത് ഹലാലേ ആകുള്ളൂ, ത്വയ്യിബാവൂല. മനസ്സിലായിട്ടുണ്ടോ നിങ്ങൾക്ക് എന്നറിയില്ല. കല്യാണത്തിന് ചെന്നപ്പോൾ 2 പന്തലുണ്ട്. ഒന്ന് VIP-കൾക്കുള്ളത്, ഒന്ന് AIP-കൾക്കുള്ളത്. രണ്ടൊന്നും നിന്നാൻ പറ്റൂല. കാരണം മനുഷ്യനെ 2 വിഭാഗമായി തിരിച്ചിട്ടുണ്ട് അവിടെ, അതും ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് 2 കൂട്ടർക്കും തിന്നുമ്പോൾ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവില്ല, മനസ്സിന് സംതൃപ്തി ഇല്ലാത്തതിനാൽ തന്നെ ത്വയ്യിബാവൂല, ഹലാലേ ആവുള്ളൂ. അതുകൊണ്ട് എല്ലാ ഹലാലും ത്വയ്യിബാവൂല. ളുഹ്ർ നിസ്കാരം കഴിഞ്ഞിട്ട് പെരേക്ക് പോകുമ്പോൾ അബ്ദുറഹ്മാനാജിൻ്റെ തൊടുന്ന് മൂവാണ്ടം മൂച്ചി വന്നൊരു മാങ്ങ റോട്ടിക്ക് ചാടിക്കിടക്കണത് കണ്ടു. അതെടുത്തുകൊണ്ടുപോയിട്ട് ചെമ്മീൻ പൊടിയും കൂട്ടിങ്ങാണ്ട് ചമ്മന്തി അരച്ചിങ്ങാണ്ട് തിന്നു. ഹലാലാവും. കാരണം റോട്ടുമ്മക്ക് ചാടി മൂവാണ്ടം മാങ്ങൊന്നും അബ്ദുറഹ്മാനാജി തിരഞ്ഞെടുക്കലില്ല, കിട്ടിയവർക്ക് കൊണ്ടുപോവാം, ഹലാലാണ്. ത്വയ്യിബാകണമെങ്കിൽ അസർക്ക് നിക്കാരത്തിന് അബ്ദുറഹ്മാനാജിനെ കണ്ടപ്പോൾ പറഞ്ഞു, ആചാര്യരെ ഇങ്ങളെ തൊടുന്ന് റോട്ടുമ്മക്ക് വീണിന്നൊരു മൂവാണ്ടം മാങ്ങ ഞാൻ കൊണ്ടുപോയിട്ട് ചമ്മന്തി അരച്ചുകാണ്ട് ഞാനും കുട്ടികളും തിന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പറയണം, കുഞ്ഞാമതേ കൊണ്ടുപോയതും പൊരുത്തപ്പെട്ടു, ഇനി കൊണ്ടുപോകാനുള്ളതും പൊരുത്തപ്പെട്ടു എന്ന് പറഞ്ഞാൽ ത്വയ്യിബായി. അതുകൊണ്ട് ഭക്ഷണം ഹലാലായാൽ പോരാ, ഭക്ഷണം ത്വയ്യിബായിരിക്കണം തന്നെ സംഗതി. ഞാൻ എപ്പോഴും പറയുന്നൊരു ഉദാഹരണം നിങ്ങളോടും പറയാം. ഒരിക്കൽ ഇങ്ങനെ വടക്ക് ഭാഗത്ത് ഒരു പരിപാടി കഴിഞ്ഞിട്ട് രാത്രി വരികയാണ്. വടക്ക് ഭാഗത്തൊരു പരിപാടി കഴിഞ്ഞ് രാത്രി, അന്ന് ബസ്സിന് യാത്ര ചെയ്യുന്ന കാലമാണ്, വണ്ടിയിലൊന്നും യാത്ര ചെയ്ത് തുടങ്ങിയിട്ടില്ല. അപ്പോൾ ബസ്സിന് വന്നാൽ പിന്നെ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് പിന്നെ KSRTCക്ക് പോയിട്ട് അവിടുന്ന് KSRTC കിട്ടുള്ളൂ. പുതിയ സ്റ്റാൻഡ് വരെയാണ് പിന്നെ മറ്റേ ബസ് കിട്ടുക. അപ്പോൾ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അപ്പോൾ നല്ല വിശക്കുണ്ടായിരുന്നു. അപ്പോൾ സ്റ്റാൻഡിൽ തന്നെ ഉള്ളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ കയറി. ഹോട്ടലിൽ ഈ രാത്രി മാത്രമല്ല ഒരു തട്ടുകട, അതിൽ ഭക്ഷണം കഴിക്കാൻ കയറി. എന്താ ഉള്ളതെന്ന് ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല, ആംപ്ലേറ്റും ബ്രെഡും ഉണ്ട് പറഞ്ഞു. എന്നാൽ കൊണ്ടുവരികയായിരുന്നു. അങ്ങനെ ആംപ്ലേറ്റും ബ്രെഡും ഇങ്ങനെ തിന്നിരിക്കുമ്പോൾ അന്ന് ഈ മേശമ്മ കുപ്പിയിൽ വെള്ളാക്കൽ തുടങ്ങിയൊരു കാലമാണ്. അതായത് മുമ്പൊക്കെ നമ്മൾ കല്യാണത്തിന് പോകുമ്പോൾ ക്ലാസ്സിലുള്ള സർവത്ത് തരിക, പിന്നെ ആ സോഡക്കുപ്പിയിൽ സർവത്ത് കിട്ടുമ്പോൾ 2 ഗ്ലാസ് കുടിക്കും. അങ്ങനെയുള്ള സംഗതി. ആ സംഗതി ഒരു സംഗതി ഇതേ സർവത്ത് തന്നെയാണ് കുപ്പിയിൽ ഒഴിച്ചിട്ടുള്ളത്. പക്ഷെ അതിനൊരു അത്ഭുതമുള്ള ഒരു രുചി കൂടുതലുള്ളൊരു സമയമാണ്. അപ്പം മേശപ്പുറത്ത് ഇങ്ങനെ കുപ്പിയിൽ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ അതിന് ഒരു കുപ്പി വെള്ളം എടുത്തുങ്ങാണ്ട് കുടിച്ചു. കുടിക്കൽ കഴിഞ്ഞ് കൈയൊക്കെ കഴുകിയിട്ട് ബില്ലടക്കാൻ ചെന്നപ്പോൾ ക്യാഷിലിരിക്കണ മുതലാളി പണിക്കാരോട് ചോദിക്കുന്നുണ്ട്, ഈ മേശമ്മ വെച്ചിന്ന് ആ കുപ്പിയത്തെ വെള്ളം ആരെടുത്തതെന്ന് ചോദിച്ചു. അപ്പം എനിക്കറിയാം ഞാനാണ് എടുത്തതെന്ന്. ഞാൻ പറഞ്ഞു അത് ഞാനെടുത്തതെന്ന് പറഞ്ഞു. അയാളിനോട് ചോദിച്ചു, ആരെങ്ങളോട് എടുക്കാൻ പറഞ്ഞത്? അത് ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി പെരേന്ന് കൊടുന്നതാണല്ലോ എന്ന് പറഞ്ഞു. ഹക്കാണ് ഈ പറഞ്ഞു കേട്ടോ, നോണ പറഞ്ഞിട്ട് അള്ളാൻ്റെ ദീന് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അത് ഞാൻ എനിക്ക് കുടിക്കാൻ വേണ്ടി പെരേന്ന് കൊടുന്നതാണ്. ഓന് കുടിക്കാൻ പെരയത്തെ വെള്ളവും നാട്ടുകാർക്ക് കൊടുക്കാൻ വേറെ വെള്ളവും കൊടുത്തിട്ട് അയിമന്ന് കിട്ടണ 10 റുപ്യ കൊണ്ട് കുട്ടിയേക്ക് തിന്നാൻ കൊടുത്തിട്ട് സിറാത്ത് പാലം കിടക്കുമ്പോൾ ഒരു കൈമ പിടിച്ചുങ്ങാണ്ട് മണ്ടണം എന്ന് വിചാരിച്ചിട്ട് ഒരു കാര്യമില്ല എന്നാണ് ഞാൻ പറയണത്. തിന്നാൻ കൊടുക്കുന്ന സാധനം ഹലാലായാൽ പോരാ, തിന്നാൻ കൊടുക്കുന്നത് ത്വയ്യിബായിരിക്കണം തന്നെ. വണ്ടിയിലൊക്കെ യാത്ര ചെയ്യൽ തുടങ്ങിയതിന് ശേഷം ഒരു ദിവസം കൂത്തുപറമ്പ് ഭാഗത്തേക്ക് ഒരു പരിപാടിക്ക് വേണ്ടി പോവുകയാണ്. ഇങ്ങനെ മഞ്ചേരി വഴി, മഞ്ചേരി മുക്കാരിക്കോട് വഴി അങ്ങനെ പോവുകയാണ്. അപ്പോൾ ഒരു വലിയൊരു +2 ഒക്കെ ഉള്ളൊരു സ്കൂളിൻ്റെ അവിടെ എത്തി. വൈകുന്നേരമാണ്. അസർ നിസ്കാരം കഴിഞ്ഞിട്ട് അത്യാവശ്യം ഒരു നല്ല പേരൊക്കെ ഉള്ള, ഞാൻ കടയിൽ കയറുമ്പോൾ ആദ്യം പേര് നോക്കും. അങ്ങനെ ഒരു പേരിൻ്റെ ഗുണം ആ സാധനത്തിന് ഉണ്ടാവുന്നതാണ്. അപ്പം നല്ലൊരു പേരൊക്കെ നോക്കിയിട്ട് നല്ലൊരു പേരുള്ള ഒരു പിന്നെ ബേക്കറി പീടികയിൽ
ചായ കുടിക്കാൻ വേണ്ടി കയറി, അസറിൻ്റെ ശേഷമുള്ള ചായ. ആ കുടിക്കാൻ കുട്ടികളെ എടാ ആ ഫോൺ എടുത്തേക്കടാ, എടോ ചെങ്ങന്മാരെ ആ ഫോൺ എടുത്തേക്ക് പോക്കറ്റിലിട്, ഇനി പുറത്തേക്ക് എടുക്കേതിട്ടാ. ആഹാ, ഇങ്ങളെ ആൾക്കാർ തിരക്കടില്ല, നല്ല കുട്ടികളാണ്. അള്ളാഹു നമ്മളൊക്കെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. എടാ ഒന്ന് ആമീൻ പറയടാ എല്ലാവരും. അള്ളാഹു നമ്മളൊക്കെ കുട്ടികളെ സ്വാലിഹീങ്ങളാക്കട്ടെ, മുത്തഖീങ്ങളിൽ ചേർക്കട്ടെ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നല്ല കുട്ടികളായിട്ട് അവിടെ ഇരിക്കണം. നമ്മളിത് കഴിയുമ്പോൾ ചെറിയൊരു ദുആ ഉണ്ട്. ആ ദുആക്ക് ആമീൻ പറയാൻ ഞങ്ങൾ ആവശ്യമുണ്ട്. ദുആക്ക് ഇജാബത്ത് കിട്ടാൻ കുട്ടികളുടെ സാന്നിധ്യം വളരെ നല്ലതാണ്. നിങ്ങളെല്ലാവരും നല്ല കുട്ടികളാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളൊക്കെ മക്കളെ സാലിഹീങ്ങളാക്കി വളർത്തട്ടെ. അതുകൊണ്ട് വർത്തമാനം പറയാതിരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പം അങ്ങനെ പോകുമ്പോൾ ഒരു ബേക്കറി കയറി. അപ്പോൾ ബേക്കറി കയറിയിട്ട് ഇങ്ങനെ ചായ കുടിക്കാൻ വേണ്ടി ചെന്നപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ എന്ന് എഴുതിയിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഒരു ചെറിയ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ടുള്ള ഒരു തട്ട് ഒരു മറ, ആ മറൻ്റെ മേലെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് സ്റ്റുഡൻസ് കോർണർ. എന്താ അതിൻ്റെ അർത്ഥം? 4 മണിക്ക് സ്കൂൾ ഇട്ടാൽ 5:30 വരെ കുട്ടികൾക്ക് ഒരു ജ്യൂസും പറഞ്ഞിങ്ങാണ്ട് 2 കൊയലിട്ട് വലിച്ചിട്ട് വർത്താനം പറഞ്ഞിരിക്കാനുള്ള സ്ഥലം ഓനും ഉണ്ട്. സ്വർഗത്തേക്ക് പോകണമെന്ന് കരുതിയ കുട്ടികൾ ആർക്ക്? ഈ ബേക്കറി നടത്തിയിട്ട് ആരാന്റെ മക്കളുടെ നേത്ര വ്യഭിചാരത്തെ വിറ്റ് പൈസയാക്കിയിട്ട് ആ പൈസ കുട്ടികൾക്ക് തിന്നാൻ കൊടുത്തിട്ട് സ്വർഗത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന മനുഷ്യന്മാര് എങ്ങനെ നടക്കുക? മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ തിന്നാൻ കൊടുക്കുന്നത് ഹലാലായാൽ പോരാ, തിന്നാൻ കൊടുക്കുന്നത് ത്വയ്യിബായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. അത്യാവശ്യം ഇങ്ങനെ ഉഷാറായി വാടക കിട്ടാൻ 4 പീഡിയ റൂമും ഒരു 5-8 ക്വാർട്ടേഴ്സും തരക്കടില്ലാത്തൊരു വരുമാനക്കൂടിയുണ്ട് ആയി വന്നപ്പോഴേക്ക് അറബി ഏകദേശം എത്തിക്കാനേ ചേർക്കാൻ പറ്റിയ കോലത്തിലായിട്ടുണ്ടെങ്കിൽ മക്കൾ നേരാവൂല എന്നാണ് ഞാൻ ഈ പറയണത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഇനി ഒരിക്കലോട്ട് മനസ്സിലാകൂല. കുട്ടികൾ നന്നാവാൻ ഏറ്റവും സൂക്ഷിക്കേണ്ട ഒരു കാര്യം അതായതുകൊണ്ടാണ് ഇത്രയും ഗൗരവത്തിൽ പറയുന്നത്. അവർക്ക് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണം ഹലാലായാൽ പോരാ, അത് ത്വയ്യിബായിരിക്കണമെന്ന നിബന്ധനയുണ്ട്. അതാണ് ലാസ്റ്റ് 5ാമത്തെ കാര്യം. ഈ 5 കാര്യങ്ങൾ സൂക്ഷിച്ചാൽ ഏത് കുട്ടികളും നേരാവും. അപ്പം അതുകൊണ്ട് കൂട്ടത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ, ഇസ്ലാമിലെ കുടുംബജീവിതം എന്ന് പറയുന്നത് ഇബാദത്താണെന്ന് പറഞ്ഞു വന്നതാണ്. വള വിറ്റിട്ട് ഉംറക്ക് പോകാൻ റെഡിയാണ്. എന്തുകൊണ്ട്? ഉംറ ഇബാദത്താണ്. വിവാഹത്തിന് സമ്മതാണോ എന്ന് ചോദിച്ചാൽ പെൺകുട്ടികൾ പ്രത്യേകിച്ചും വേണ്ട എന്ന് പറയുന്നു. എന്തേ കാര്യം? അതിൻ്റെ കാര്യം കല്യാണം ഇബാദത്താണെന്ന് തോന്നിയില്ല എന്നതാണ്. ഇസ്ലാമിലെ വിവാഹം ഇബാദത്താണ്, അമ്പിയാക്കൾ ചെയ്തതാണ്.